ഞാൻ വളരെ സന്തോഷത്തോടും കൂളായിട്ടുമാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഉണ്ടായ വളരെ നല്ല അനുഭവങ്ങളും അതിനുശേഷമുള്ള വളരെ സന്തോഷം നിറഞ്ഞ ഈ നിമിഷങ്ങളും എല്ലാവരുമായിട്ടും പങ്കുവെക്കണമെന്ന് വളരെ ആഗ്രഹം തോന്നി. ഹായ്, എൻ്റെ പേര് ജോൺ പോൾ. 40 വയസ്സുണ്ട്. എൻ്റെ സ്വദേശം എഴുപുന്നയാണ്. ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് നാളായി ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം +2 പഠിച്ച കാലം മുതലേ എൻ്റെ ഹെയർ തിന്നായിക്കൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് നാൾ മുന്നെയാണ് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം വന്നത്. അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് പല സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചായിരുന്നു. അങ്ങനെ അവസാനം ആണ് ലാഡൻ സ്റ്റേ കുറിച്ച് അറിയുന്നത്. ഇവിടുന്ന് ചെയ്ത വർക്കുകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒരു അതിശയമാണ് തോന്നിയത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വർക്കുകളാണ് ഇവിടുന്ന് കണ്ടത്. അതുകൂടാതെ ഇവിടെ ചെയ്തവരെയൊക്കെ നേരിട്ട് പോയി കാണുകയും അങ്ങനെയാണ് ലാഡൻ സ്റ്റേയെ കുറിച്ച് എനിക്ക് ഒരു പരിപൂർണ്ണ വിശ്വാസം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ ഒരു 2-3 പ്രാവശ്യം വന്ന് ഡോക്ടേഴ്സിനെയൊക്കെ നേരിട്ട് കണ്ടു. എല്ലാവരുമായിട്ട് സംസാരിച്ചു. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒട്ടും ടെൻഷനില്ല. ഇന്നാണ് എൻ്റെ സർജറി ദിവസം. ഒത്തിരി സന്തോഷത്തിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലും കൂടിയാണ്. നീണ്ട 8 മണിക്കൂറത്തെ സർജറിക്ക് ശേഷമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഏകദേശം ഒരു 4000-ത്തിലധികം ഗ്രാഫ്റ്റാണ് പറഞ്ഞിരുന്നത്. ജാദവ് സാറ് ഫൈനലി ഒരു ചെക്കിങ് ചെയ്തതിൽ എൻ്റെ ഡോണർ ഏരിയ കുറച്ച് വീക്കായതുകൊണ്ട് അത്രയും ചെയ്യേണ്ട, അത് ഡോണർ ഏരിയയിൽ പ്രോബ്ലം വരും, അത് നമുക്ക് ഉള്ളത് വെച്ച് മാക്സിമം ഡെൻസിറ്റിയിൽ നല്ല രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. നമ്മൾ കൂടുതൽ ഗ്രാഫ്റ്റൊക്കെ വെച്ച് ഒരു ബിസിനസ് മൈൻഡിൽ സംസാരിക്കാതെ വളരെ സ്നേഹത്തോടെ സംസാരിച്ച് അതെനിക്ക് ഒരുപാട് ടച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ സർജറി റൂമിലേക്ക് പ്രവേശിച്ചു. അനസ്തേഷ്യ എടുക്കുമ്പോൾ ഉണ്ടായ ഒരു ചെറിയ പെയിൻ, അതുമാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് നോർമലി ഇഞ്ചക്ഷൻ എടുക്കുന്നത് വളരെ ഭയമുള്ള ഒരാളാണ്. എന്നാലും അതുകൂടാതെ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കയ്യിൽ വെയിൻ കിട്ടാത്തൊരു വലിയ പ്രോബ്ലം ഉള്ളതാണ്. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഒരു 3 തവണയെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്താലേ എനിക്ക് വെയിൻ കിട്ടാറുള്ളൂ. അപ്പോൾ ഇവിടെ വളരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്ററിന് വലിയൊരു താങ്ക്സ്. ഒറ്റത്തവണ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് കറക്റ്റായിട്ട് വെയിൻ കിട്ടി. അത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഏറ്റവും ഭയം ഉണ്ടായ ഒരു സാഹചര്യമായിരുന്നു അത്. 3 പ്രാവശ്യമൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൂടാതെ ഞാൻ ആ റൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ എനിക്ക് സർജറി ചെയ്ത ഡോക്ടർ വളരെ ഭക്തിസാന്ദ്രമായ ഒരു സാഹചര്യത്തിലായിരുന്നു ഇരുന്നിരുന്നത്. അതും എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ആ ഒരു പ്രൊഫഷനിൽ ഒരുപാട് ആത്മാർത്ഥത കാണിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരു ഫീലിൽ ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് മ്യൂസിഷ്യനായിട്ടുള്ള ഒരാളുണ്ട്. ആളും ഇതേപോലെ വളരെ ഭക്തിസാന്ദ്രമായി ചെയ്യുന്ന ജോലിയിൽ വളരെ ആത്മാർത്ഥതയും ആ ഒരു ആത്മീയമായ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ഫീൽ എനിക്ക് ഇവിടെയും ഉണ്ടായി. ഡോക്ടറിൻ്റെ കൂടെ ഉണ്ടായ ടീമും എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. വളരെ നല്ല രീതിയിൽ ചെയ്തു. എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് പോലെ എനിക്ക് പെയിൻ വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ പറയാതെ തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നു. കൂടാതെ ഞാൻ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നോർമലി എൻ്റെ ലൈഫ് സ്റ്റൈലിൽ. അതുകൂടാതെ എനിക്ക് ഒരു മണിക്കൂർ ഇടവിട്ട് യൂറിൻ പാസ് ചെയ്യുന്നൊരു ശീലവും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എൻ്റെ മനസ്സിൽ വലിയൊരു ആശങ്കയായിരുന്നു. എൻ്റെ മനസ്സറിഞ്ഞ് എല്ലാവരും പ്രവർത്തിച്ചു. എനിക്ക് ആ ഒരു സമയങ്ങളിൽ ജ്യൂസ് തന്നു. അതുകൂടാതെ യൂറിൻ പാസ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാം റെഡിയാക്കി തന്നു. വളരെ നല്ല ഹൈജീനിക്കായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തെ. ക്ലീനിങ് ജോലിയൊക്കെ ചെയ്യുന്ന ചേച്ചിമാർ വരെ എന്നോട് വളരെ നല്ല രീതിയിലും സ്നേഹത്തിലും പെരുമാറി. എനിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് വളരെ നല്ല ഒരു മീൽസ് ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നു. എന്തുകൊണ്ടും ഞാൻ ഇനി വരാനിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും 100% ഗ്യാരണ്ടിയോടുകൂടി ലാഡൻ സ്റ്റേ സജസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു പേടിയും കൂടാതെ ഇനി ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ലാതെ ലാഡൻ സ്റ്റേയിലേക്ക് കടന്നു വരാം. ഇതെൻ്റെ ഉറപ്പാണ്. ഇനി വീണ്ടും നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ വരും. അതെൻ്റെ നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ടായിരിക്കും. എൻ്റെ റിസൾട്ട് 100% ഉറപ്പാണ് എനിക്ക്. അത് എൻ്റെ അന്വേഷണങ്ങളിൽ നിന്നും ഇതുവരെയുള്ള ഇവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എൻ്റെ 100% റിസൾട്ട് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും വരുന്നതാണ്.